ارتكبت على الخطأ غير حسر وعدد ലാക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഈ വരികളിലൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമ്മൾ പറയുന്നത്, കഴിഞ്ഞ വരികളിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അണമുറിയാത്ത പ്രണയം അത് കാവ്യരൂപത്തിൽ ഇങ്ങനെ അണപൊട്ടി ഒഴുകുമ്പോൾ, പിന്നെ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നത് ഇർതകബതു അലൽ ഖത ഗൈറ ഹസരിൻ വഅദദ്, നബിയെ ഞാനിതാ ഒരുപാട് തെറ്റുകൾ ചെയ്തിരിക്കുന്നു, കണക്കില്ലാത്ത പരിധിയില്ലാത്ത ഒട്ടനവധി തെറ്റുകൾ നബിയെ ചെയ്ത ആളാണ് ഞാൻ. എന്നിട്ട് പറയുന്നത് ലാക അഷ്കു ഫിഹിയ, ആ കാര്യത്തിൽ അങ്ങയോട് ഞാൻ ആവലാതിപ്പെടുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, തെറ്റ് ചെയ്താൽ അത് പൊറുക്കുന്നവൻ അള്ളാഹുവാണ്, പുറത്തു തരേണ്ടവൻ അള്ളാഹുവാണ്. ഖുർആനിൽ ഒട്ടനവധി സ്ഥലങ്ങളിൽ പറഞ്ഞ അള്ളാഹുവിൻ്റെ ഒരു വലിയ വിശേഷണമായി, അള്ളാഹിൻ്റെ ഒരു വലിയ ഗുണമായിട്ട് പറഞ്ഞ കാര്യമാണ് അള്ളാഹു ഗഫൂറാണ്, പുറത്തു തരുന്നവനാണ് എന്ന്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ അതിൽ ആവലാതിപ്പെടുന്നു. ലാക അഷ്കു ഫിഹി, ആ കാര്യത്തിൽ നബിയെ താങ്കളോട് ഞാൻ ആവലാതിപ്പെടുന്നു. ലാക അഷ്കു, അങ്ങയോട് ആവലാതിപ്പെടുന്നു. വിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നിസാ 64-ാമത്തെ ആയത്ത് അള്ളാഹു പറയുകയാണ്, വലൗ അന്നഹും ഇദ്ലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ ഫസ്തഗ്ഫറ ലഹുമുർ റസൂലു. നബിയെ അവരുടെ ശരീരത്തോട് അവരെ ശരീരങ്ങൾ ആക്രമിച്ചാൽ, അതായത് അവർ തെറ്റ് ചെയ്താൽ അവർ തങ്ങളുടെ അടുത്ത് വരികയും എന്നിട്ട് ഫസ്തഗ്ഫിറുല്ലാഹ, അവരെ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും ഫസ്തഗ്ഫറ ലഹുമുർ റസൂലു, അള്ളാഹിന്റെ റസൂൽ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയും ചെയ്യുമെന്നാണ്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മൾ ഇത് പറയുന്നത്. അല്ലാതെ നമുക്ക് ചെയ്ത തെറ്റുകൾ പുറത്തു തരുന്നവൻ റസൂലാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ ഒരു ആരാധ്യനായ ഒരു അള്ളാഹുവോട് പറയുന്നത് പോലെയുള്ള പറച്ചിലല്ല. ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന, ഏറെ വികലമാക്കപ്പെടുന്ന ഒരു വരികളാണിത്. അതോടൊപ്പം തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു സംഭവം ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം. ഞാൻ അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടും പൊറുക്കലിനെ തേടുന്നു എന്നു പറയുന്ന ഒരു വചനം നമുക്ക് ഒരു പ്രത്യേകമായ സന്ദർഭത്തിൽ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ സംഭവം, ആ ചരിത്രത്തിന്റെ മുഴുവൻ പറയാൻ ഈ വീഡിയോക്ക് പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അവിടെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് അങ്ങനെയാണ്, അള്ളാഹുവിനോടും റസൂലിനോടും ഞാൻ പൊറുക്കലിനെ തേടുന്നു എന്നാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മൾ ഇങ്ങനെ ഒരു പ്രണയത്തിന്റെ വരിയിലൂടെ റസൂലുള്ളാഹി തങ്ങളോട് നമ്മൾ ഇങ്ങനെ പറയുന്നത്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.